എന്തായാലും വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. കാരണം പോലീസിനെതിരെ ശക്തമായ വീഴ്ചയുണ്ട്. പോലീസിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഇന്ന് രംഗത്ത് വന്നത്. ഒപ്പം തന്നെ ആ കുടുംബം ഉന്നയിച്ച ആക്ഷേപങ്ങൾ അതേപടി ശരിയാണ് എന്ന കാര്യം തെളിഞ്ഞു എന്ന കാര്യവും വനിതാ കമ്മീഷനും സ്ഥിരീകരിക്കുന്നു. പി സതീദേവിയുടെ പ്രതികരണം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പീഡനത്തിന്, ഗാർഹിക പീഡനത്തിന് ഇരയായി ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത്. പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHOയെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 498A പ്രകാരമുള്ള 498A IPC അതുപോലെ 323 IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച്, SHOവിന്റെ സമീപനത്തെക്കുറിച്ച് ഉള്ള ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഈ പെൺകുട്ടിയെ പരിക്കുപറ്റുകയും മദ്യലഹരിയിലാണ് ഈ ഭർത്താവ് ഫോണിന്റെ ചാർജറിന്റെ കേബിൾ കൊണ്ട് കഴുത്ത് മുറുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റിക്കും മറ്റും കൈകൊണ്ട് കുത്തിയതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ പീഡനമേറ്റിട്ടുള്ള നിലയിലാണ് ആ പെൺകുട്ടിയുടെ ചിത്രം ഞങ്ങൾക്ക് മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവരെ അദ്ദേഹത്തെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. നല്ല രൂപത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസ് നല്ല നിലക്കുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഭർതൃഗൃഹത്തിൽ നിന്ന് പീഡനം ഏൽക്കുന്ന സമയത്ത് അത് സർവം സഹകളായിട്ട് സ്ത്രീകൾ നിന്ന് സഹിച്ചുകൊള്ളണം എന്നുള്ള ഈ സമൂഹത്തിന്റെ മനോഭാവം തന്നെയാണ് മാറേണ്ടതായിട്ടുള്ളത്. വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും ഈ കോഴിക്കോട് പന്തീരാങ്കാവിൽ നടന്ന ഗാർഹിക പീഡന കേസിൽ വലിയ ശക്തമായ ആക്ഷേപങ്ങൾ പോലീസ് നേരിടേണ്ടി വന്നു. ഈ വിഷയത്തിലടക്കമാണ് ഇപ്പോൾ വനിതാ കമ്മീഷന്റെ പ്രതികരണം കൂടി വരുന്നത്. എന്തായാലും ഈ കുടുംബം ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ഈ പെൺകുട്ടി ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് ശരിവെക്കുന്നതാണ്. പിന്നീട് ഇപ്പോൾ ഈ പ്രതിയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ വരുന്ന കാര്യം. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് വേഗത്തിൽ പോലീസ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ മടങ്ങി വരാം. അതിനു മുമ്പായി വേഗത്തിൽ ഒരിടവേള.